ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? ഗുഡ് മോർണിംഗ്. ദിയക്കുട്ടി സ്കൂളിൽ പോയിട്ടോ. പിന്നെ ചെറിയൊരു പ്രത്യേകത, നമ്മളെ അമ്മയുടെ കുടുംബശ്രീന്ന് ആരുടെ ഹോസ്പിറ്റലിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് പൊതിച്ചോറ് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ കുറച്ച് പ്രിപ്പറേഷനിലായിരുന്നു അമ്മ ഇതുവരെ. ഇനി നമുക്ക് ആ പൊതിച്ചോറ് കെട്ടുന്നത് എങ്ങനെയെന്നൊന്ന് കാണാം. അതെല്ലാവർക്കും അറിയാവുന്നതാണ് പൊതിച്ചോറ് എങ്ങനെയാണ് കെട്ടുന്നതെന്ന്. അപ്പൊ നമ്മുടെ വീട്ടിലെ എങ്ങനെയാ അത് പൊതിച്ചോറ് എങ്ങനെയാണ് കെട്ടുന്നത്, കെട്ടി കൊടുക്കുന്നതെന്ന് ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഒരുപാട് കൂട്ടാനൊന്നും ഇല്ല കേട്ടോ, കുറച്ചേ ഉള്ളൂ. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഉള്ളു കേട്ടോ. എത്രയോ ജനങ്ങള് വിശന്ന് വരുന്ന ആശുപത്രിയിൽ അവർക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കുന്ന എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമല്ല. ഒരുപാട് കൂട്ടാനൊന്നും ഇല്ലേ. ചോറുണ്ട്, തോരനുണ്ട്, നല്ല ക്യാരറ്റ് തോരനാണ് കേട്ടോ. ക്യാരറ്റ് തോരൻ, പൊരിച്ച മീന്, നാരങ്ങ അച്ചാറല്ല, വെള്ളക്കിട്ടാണ്. നാരങ്ങ വെള്ളക്കിട്ടത്. ഇത്രേ ഉള്ളൂ കേട്ടോ. ഇനി ഇതിനെ പൊതിഞ്ഞെടുക്കണം. അത് തന്നെയാണ് മെയിൻ ഒരു ടാസ്ക്. നമ്മളിവിടെ നിന്ന് മൂന്ന് വലിയൊരു കാര്യമൊന്നുമില്ല, 3 കൊടുക്കണ്ട. നമ്മൾ അത്രയെങ്കിലും പറ്റുന്നത് കൊടുക്കുന്നുണ്ട്. 3 പൊതിച്ചോറ് കൊടുക്കുന്നുണ്ട്. ഇപ്പം 3 പൊതിച്ചോറാണ് നമ്മുടെ വീട്ടിൽ നിന്ന് തയ്യാറാക്കിയത്. ഇനി അടുത്തത് അപ്പം നമ്മുടെ വീട്ടിൽ നിന്ന് പറഞ്ഞ 3 പൊതിച്ചോറും നമ്മൾ റെഡിയാക്കി ഇത് ഏൽപ്പിക്കേണ്ട കൈകളിൽ ഏൽപ്പിച്ചിട്ട് വരും. അപ്പോ ഞാനും കൂടെ കൊണ്ടുപോകും. ഇത്രയും പൊതിച്ചോറ് ഇത്രേ ആയിട്ടുള്ളൂ. ബാക്കി ഇനി കുറേ പേര് കൂടെ കൊണ്ടുവരാനുണ്ട്. 11 മണിക്കകത്ത് ഹോസ്പിറ്റലിൽ എത്തിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ബാക്കിയുള്ളവർ ഇനിയും കൊണ്ടുവരും. അതിനുശേഷം ഇത് ഹോസ്പിറ്റലിൽ എത്തിക്കും. അപ്പോൾ ഇന്നത്തെ വിശേഷം അത്രയേ ഉള്ളൂ. ചേട്ടാ, ബൈ.